ആഹാ, പാതിരാത്രിക്ക് എഴുന്നേറ്റ് വന്ന അച്ഛനും മോനും കൂടി ഇതാണല്ലേ പണി? ഇപ്പോഴല്ലേ എനിക്ക് സംഗതി പിടി കിട്ടിയത്. അമ്മയുടെ മുന്നിൽ മോനെ കള്ളനാക്കിയിട്ട് അതിന്റെ മറവിൽ ആരും അറിയണ്ട അച്ഛനെ സൂഹിക്കുകയാണില്ലേ? ആ ചന്ദ്രികയുടെ പുണ്യം കൊണ്ടാ എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടിയത്. നാടനായിട്ടും ഇംഗ്ലീഷായിട്ടും 100 കണക്കിന് മരുന്നിന്റെ പുറത്താ എന്റെ കുട്ടി ഇപ്പൊ ജീവിക്കുന്നത്. അതിന്റെ പുറത്താ തന്തയുടെ വക ഒരു കള്ളുകൂടി കുടിപ്പിച്ച് മക്കളെ ചീത്തയാക്കിക്കോ. പോട്ടേച്ചാ കുടിക്കണോന്ന് തോന്നി ഒറ്റക്കിരുന്ന് അങ്ങ് കുടിച്ചൂടെ? ഈ രാത്രി തന്നെ അവനെ ചെന്ന് വിളിക്കണോ? അവൾ എന്താ വിചാരിക്കുക? അങ്ങനെ എന്നെ ചതിച്ചു എന്നറിഞ്ഞ അടുക്കളയിൽ അമ്മിക്കല്ലെടുത്ത് ഞാൻ തലക്കിടും. ചാച്ചി, ദേ അമ്മി വന്നു. ചേച്ചിയ എന്നു മുതലാണ് ഇത്ര പരസ്യമായിട്ട് അവൾ അവന്റെ ചേച്ചിയായത്? ദൈവമേ, ചന്ദ്രിക എന്നോട് പ്രതികാരം ചെയ്യുകയാണോ? അമ്മയുണ്ടോ എന്ന് വന്ന ദിവസം മുതലേ മോള് ചോദിക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ സമാധാനായില്ലേ? നല്ല മൂത്തകല്ലാന്നോടാ. അമ്മയ്ക്ക് അങ്ങനെ മൂത്തത് ഇളയത് എന്നൊന്നുമില്ല. അറിയാതെ ആരുടെയെങ്കിലും തലയ്ക്കോ കാലുമിലോ വീണാൽ അതോടെ ക്ലോസ് ആവണം. ഇത്രയും വലിപ്പം വേണ്ടായിരുന്നു. ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത പൊങ്ങൂല. വലിപ്പം കുറഞ്ഞത് വേറെ ചേച്ചി, പോർട്ടബിൾ സൈസ്. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പൊ മാറ്റി വാങ്ങിക്കാം. മാറ്റി വാങ്ങിക്കൊന്നും വേണ്ടി ഇത് തന്നെ മതി. ചേച്ചി ഒറ്റക്കെടുത്ത് പൊന്തിക്കണ്ട, എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വരാം. അമ്മി എങ്ങനെയുണ്ട് പോനെ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ മിക്സിയില്ലേ, പിന്നെ എന്തിനാ സ്ഥലം മുടക്കാൻ ഓരോന്ന് വാങ്ങിയിടുന്നത്? ഈ അമ്മിക്കുട്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. സംസ്കാരത്താരും തള്ളി പറയരുത് പ്ലീസ്. ഞാനൊന്ന് തള്ളി പറഞ്ഞു എന്ന് വെച്ച് ഇത്രയ്ക്ക് വേദനിക്കാൻ ഈ അമ്മി നിന്റെ മമ്മിയൊന്നും അല്ലല്ലോ. മിക്സിയിൽ അരയ്ക്കുന്നതും അമ്മിയിൽ അരയ്ക്കുന്നതും രണ്ടും രണ്ടാ അല്ലമ്മേ? മാത്രമല്ല അമ്മയെ കൊണ്ട് വേറെയും ചില ഗുണങ്ങളുണ്ട്. എന്റെ പൊന്ന് കേശവൻകുട്ടി, നീ തന്നെ ഇതെടുത്തൊന്ന് അടുക്കളയിൽ വെച്ചേ. അത് നേരെ, നീ എടുത്തോണ്ടാ, ഞാൻ സ്ഥലം കാണിച്ചു തരാം. നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി കല്ലാണ് ചേച്ചി. എന്താ വെയിറ്റ്? സൂക്ഷിച്ച് അല്ലെങ്കിൽ ഉളുക്കും. വൈകുന്നേരം നമുക്കൊന്ന് അമ്പലത്തിൽ പോണ്ടതാ. ശരി ചേച്ചി. ഹലോ. കൊച്ചുമുതലാളി, ഇത് കുഞ്ഞുണ്ണിയാണേ. എന്താടാ? നമ്മൾ സ്പോൺസർ ചെയ്യാൻ പോണ വനിതാ ബാസ്കറ്റ്ബോൾ ടീം ഫുൾ സെറ്റപ്പ് എടുത്തിട്ട് മണിക്കൂർ 4ആയി. സകല പെണ്ണുങ്ങളും കൊച്ചുമുതലാളിയും കാത്തിവിടെ ഇരിക്കുക. ഒന്ന് വേഗം വരുമോ? മുതലാളി മുങ്ങിന്നാ ടീം മാനേജർ പ്രിയമത പറയുന്നത്. ഞാൻ അവൾക്ക് കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു സ്പോൺസറും കിട്ടിയാ ഞങ്ങൾ രക്ഷപ്പെടും കേട്ടോ. ഇത്തവണ ഉഗ്രം പ്ലേയേഴ്സാ ഞങ്ങളുടെ ടീമില്. ജോണി തെരഞ്ഞു പിടിച്ചിരിക്കുക. ഹലോ, എന്തോ ഒന്നും പറയാത്തെ? എത്ര കാലം ഞാൻ എന്റെ പാലേട്ടിനെ കണ്ടിട്ട്. ഒരു ഉമ്മ തന്നോട്ടെ. കുഞ്ഞുണ്ണി അല്ല, ഒരു മണ്ണുണ്ണിയല്ല. നിന്നോട് ആരാ എന്റെ റിസീവർ തട്ടിപ്പറിക്കാൻ പറഞ്ഞത്? മനസ്സുണ്ടായിട്ട് എന്താ എന്നെ കൊല്ലോ? എനിക്കെല്ലാം മനസ്സിലായി. ജീവനോട് ഇരിക്കുമ്പം ഒരു പെണ്ണിനും അവളുടെ ഭർത്താവ് സ്വന്തം പറയാൻ പറ്റില്ല. അങ്ങനെ പല ഭർത്താക്കന്മാരുടെ സ്ഥിതി. പക്ഷെ ചത്തു കഴിഞ്ഞാ ആ ശവം അങ്ങനെ ആരും പങ്കുവെക്കണ്ട. ഈ കൊക്കില് ജീവനുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. പന്തടിക്കാൻ അറിയാത്ത ഈ പെണ്ണുങ്ങളെ കൊണ്ടാണ് നമ്മൾ കളിക്കാൻ പോണെങ്കിലേ കൊച്ചുമുതലാളിയുടെ കമ്പനിക്ക് ചീത്തപ്പേര് ഉറപ്പാ. ഉരുട്ടി പൊന്തിക്കുന്ന പന്ത് മുഴുവൻ ബാസ്കറ്റിൽ വീഴുന്നു. നിന്നോട് ആരാണ് പറഞ്ഞത്? വീഴണം, അല്ലാതെ പിന്നെ എന്തോന്ന് ബാസ്കറ്റ്? വീഴും. വീഴ്ത്താൻ തന്നെ ഇവളുമാരെയൊക്കെ ഞാൻ തപ്പിയെടുത്തത്. ദേ, അതിൽ 4 സ്റ്റേറ്റ് പ്ലേയേഴ്സാ. നിന്റെ ഒരൊറ്റ പേരിന്റെ പിൻബലത്തിലാ ഇവളുമാരെയൊക്കെ ഞാൻ പൊക്കിയത്. പക്ഷേ അവളെ മാത്രം എനിക്ക് പൊക്കാൻ പറ്റിയിട്ടില്ല. ദേ, അതാണ് സാവിത്രി. കലക്കൻ പ്ലെയറാടാ. കുറെ കാലത്തിന് ശേഷം കമ്പനിയുടെ പേരിൽ ഒരു ടീമിനെ ഇറക്കാന്ന് മുതലാളി പറഞ്ഞതല്ലേ? കപ്പും കൊണ്ട് ജയ് വിളിച്ച് ഫാക്ടറിയിലേക്ക് ചെല്ലാന്ന് ഉറപ്പുണ്ടെങ്കിലേ ഈ പണിക്ക് നിൽക്കണ്ടു. അവളെ കിട്ടിയ അത് ഉറപ്പാ. പക്ഷേ ഒരാള് വിചാരിച്ചാലും അത്ര പെട്ടെന്ന് വീഴാത്ത സാധനം അത്. നമുക്ക് കിട്ടിയ ഭാഗ്യം. എനിക്കെന്തായാലും സാധിക്കില്ല. നിനക്ക് അവളെ ഒന്ന് കയ്യിലെടുക്കാൻ പറ്റുമോ? അവനെ കൊണ്ട് ഞാൻ അവളെ കൊത്തി. ഇനി അവളുടെ മിടുക്ക് പോലിരിക്കും. നീ ഇങ്ങനെ വീണ്ടും ഇരകളെ ഇട്ടുകൊടുത്ത് അവന് വല്ല സംശയവും തോന്നും. അവനൊരു സംശയമില്ല. അവന് സംശയമുണ്ടോ നമുക്ക് ഇപ്പൊ സംശയം. നീ ഒന്നും മിണ്ടായിരിക്കും. നമ്മളറിയാതെ ആ മോഹിനി ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ കണ്ടതും അവൾ പെട്ടെന്ന് മാറിക്കിടന്നു. അവൾ അങ്ങനെ മാറിയെന്ന കുഴപ്പാ. അവൾക്കെല്ലാം അറിയാം. വേഗം നോക്കുക.
നീ അവിടെ നോക്ക്. ആ പെണ്ണുങ്ങൾ ഇത്ര ഉഷാറായി കളിച്ചിട്ടും കൊച്ചുമുതലാളി എന്താ ഒരു മൂടില്ലാതെ? ഫിസിയോതെറാപ്പി അങ്ങ് ഏറ്റില്ലേ? ഫിസിയോതെറാപ്പി ഞാനിപ്പോ നിർത്തി. ഇപ്പൊ വേറൊരു തെറാപ്പിയാണ് നടക്കുന്നത്. ഡോക്ടർ ചന്ദ്രികയുടെ ചന്ദ്രിക തെറാപ്പി. അതാ കുഴപ്പം. കൊച്ചുമുതലാളി എന്തിനാ ഈ ലേഡി ഡോക്ടർമാരെ തന്നെ കയറി പിടിക്കുന്നത്? ഡോക്ടർ ചന്ദ്രിക അതാരാ ഇത്രയും വലിയ ഭദ്രകാളി? എന്റെ ഭാര്യ ചന്ദ്രിക. മനസമാധാനത്തോടെ ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി അറിയാമോ നിനക്ക്? എനിക്കൊരു അബദ്ധം പറ്റിയടാ. പരിചയപ്പെട്ട സകല പെണ്ണുങ്ങളുടെ കാര്യവും അന്ന് മരിക്കുന്നതിന് മുമ്പ് ഞാൻ അവളോട് അറിയാതെ തുറന്നു പറഞ്ഞു പോയി. ആ മയക്കത്തിൽ ഞാൻ എന്തെങ്കിലും കൂടുതലും പറഞ്ഞു കാണും. ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ? കൊച്ചുമുതലാളിക്കൊന്ന് കരുതി കൂടായിരുന്നോ? ആ കേശവൻകുട്ടിയെ കൂട്ടിന് പിടിച്ച് ചന്ദ്രികനോട് പ്രതികാരം തുടങ്ങിയിരിക്കടാ. ചാച്ചി ചാച്ചി എന്ന് വിളിക്കുമ്പോ അവന്റെ നാവിന്ന് പാൽപ്പായസമല്ലേ ഒഴുകുന്നത്. അവനെ അമ്മിക്കല്ലുമ്മ വെച്ച് കഷായത്തിന് ചതക്കണ പോലെ ചതച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലടാ. ഓ, അത് കാര്യമാക്കണ്ട. വലിയ വീട്ടിലെ കൊച്ചമ്മമാർക്ക് ഡിപ്രഷൻ വരുമ്പോ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ കൊടുക്കാൻ ഡ്രൈവർമാരെ ഉണ്ടാവൂ. ആ മോഹിനി ഇപ്പൊ കാണുന്നില്ലടാ. 10 ഇരട്ടി വാല്യുള്ള ഡോക്യുമെന്റ്സ് തന്നിട്ടുണ്ടല്ലോ, അതുപോലെ. കൊച്ചുമുതലാളിക്ക് അറിയോ കൊച്ചുമുതലാളിക്ക് ചുറ്റും എത്ര പെണ്ണുങ്ങളുണ്ടെന്ന്? ആരൊക്കെ എന്തൊക്കെ അടിച്ചോണ്ട് പോയി. കുറച്ചു മുമ്പല്ലേ ആ പ്രിയമത എന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഉമ്മ വെച്ചത്. ഉമ്മേ അതപ്പോ കളിക്കാരൊക്കെ വന്നിട്ടുണ്ട്, വേഗം വാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് ഫോണും പിടിച്ചു വാങ്ങി ബാലേട്ടാ ബാലേട്ടാ എന്ന് പറഞ്ഞ് സ്വീകരിച്ച് ഒരു ആറ്റം പാമ്പിടും പോലെ അതിനകത്ത് ഉമ്മ എന്ന് പറഞ്ഞൊരു ബോംബിട്ടില്ല. അത് വേണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്നാൽ ആ ബോംബ് പൊട്ടിത്തെറിച്ചത് എന്റെ ചെവിയിലല്ലടാ. നീ സംസാരിച്ചതും പ്രിയമത ഉമ്മ വെച്ച് ഇക്ലിയാക്കിയതും ഒക്കെ എന്റെ കയ്യിൽ നിന്ന് റിസീവർ തട്ടിപ്പറിച്ച ചന്ദ്രികയുടെ ചെവിയിലായിരുന്നു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. കുടുംബം ആകെ കലങ്ങി. കലങ്ങാൻ കാരണക്കാരൻ ഞാനാണെങ്കിലും കലക്കിയതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ടടാ. അവൾ ആ പന്ത് തട്ടുന്ന നീ കണ്ടോ? അതേപോലെ എന്നെയും ആരൊക്കെയോ എടുത്തൊരു ബാസ്ക്കറ്റിനകത്തിട്ടിരിക്കുക. ചന്ദ്രിക ചെയ്ത സുഹൃതം കൊണ്ട് ചാവാതെ രക്ഷപ്പെട്ടു. ആരാ കൊച്ചുമുതലാളി എടുത്ത് ബാസ്ക്കറ്റിലിട്ടത്? അതെനിക്കറിയില്ലടാ. എന്നെ പുറകിൽ നിന്ന് തട്ടിയിട്ടിട്ട് പോയ വാഹനം ഇപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അത് കണ്ടുപിടിക്കാൻ ഇനി ഒരേ ഒരു വഴിയുള്ളൂ. ഞാൻ ഇതുവരെ സഞ്ചരിച്ച അതേ വഴി. എന്നെങ്കിലും ഒരിക്കൽ അമ്മിക്കല്ലെടുത്ത് ചന്ദ്രിക എന്റെ തല്ലേക്ക് ഇടുന്നതിന് മുമ്പ് എന്നെ തട്ടിയിട്ടിട്ട് പോയ വാഹനം ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഈ സാവിത്രിയുടെ പിന്നാലെ ഒന്ന് ചുറ്റാം. സോറി സർ. നാട്ടുകാരുടെ നെഞ്ചത്തടിച്ചാണ് പന്ത് കളിക്കുന്നത്. ഇത്ര ഭംഗിയായിട്ട് ഇവളെ പരിചയപ്പെടാൻ കഴിയുമെന്ന് ഞാൻ പോലും കരുതിയില്ലടാ. ഇങ്ങോട്ട് താടി വിടാൻ. വിടാനല്ലേ പറഞ്ഞത്? അതാണ് നിന്റെ അമ്മൂമ്മ. എന്റെ അമ്മൂമ്മ അമ്മൂമ്മ നേരത്തെ മരിച്ചുപോയി. ഇനി ഈ വീട്ടിൽ വരുന്ന ഒറ്റ ഫോൺ നീ എടുക്കാൻ പാടില്ല. അതിനിവിടെ ആണുങ്ങളുണ്ട്. എന്നാ ഈ വീട്ടിൽ വരുന്ന ഒരൊറ്റ ഫോണും ബാലവാസന എടുക്കാൻ പാടില്ല. അതിനിവിടെ പെണ്ണുങ്ങളുണ്ട്. വിടറേ. ഇല്ല. വിടാനല്ലേ പറഞ്ഞത്? ചന്ദ്രിക വിടാൻ. അമ്മേ എന്നാൽ ഈ ഫോണിൽ ഇനി ഈ വീട്ടിൽ ആരും സംസാരിക്കണ്ട. എന്താ മോളെ? ഏത് സൈഡാ? എന്താ ഇവിടെ ബഹളം? ഒന്നുമില്ലമ്മേ, ഞങ്ങളിങ്ങനെ ഈ ഫോൺ വെച്ചിട്ട് വലിച്ചേ വിട്ട് കളിച്ചോണ്ടിരിക്കുക. അമ്മ പൊക്കോളൂ. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കൂടി പൊട്ടിച്ചന്ദ്രിക. ഹലോ, ആ കൊച്ചുമുതലാളി. കുഞ്ഞുണ്ണി സംസാരിക്കേ. നിന്നെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി. ഇങ്ങോട്ട് തരാനോ പറഞ്ഞത്? കുഞ്ഞുണ്ണി, ടെലിഫോൺ പോസ്റ്റിൽ കയറി മൊത്തം ലൈന് കട്ട് ചെയ്യണം. ടെലിഫോൺ പോസ്റ്റ് അല്ല, ഇലക്ട്രിക് പോസ്റ്റാ. എന്നെ പറ്റിക്കാൻ നോക്കണ്ടടാ. കറണ്ട് കമ്പിയത് ടെലിഫോൺ കമ്പിയാതെന്ന് എനിക്കറിയാം. ഇലക്ട്രിക് പോസ്റ്റ് തന്നെടാ.